നിരവധി വിദ്യാർത്ഥികൾ ഈ ലഹരി മാഫിയയുടെ ലഹരി വലയുടെ കെണിയിലുണ്ട്. ലഹരി വലയിൽ അകപ്പെട്ട വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളെ ഘട്ടം ഘട്ടമായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് പോലീസ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ലഹരി വിൽപ്പന വ്യാപകമാണെന്ന ന്യൂസ് 18 വാർത്ത ആലപ്പുഴ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി പങ്കജാക്ഷനും പട്ടണക്കാട് SI കെ സൈജുവും സ്ഥിരീകരിച്ചു. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ഡി ഹണ്ട് എന്ന പ്രോഗ്രാമോടുകൂടി ഒത്തിരിയധികം കേസുകൾ നമ്മൾ ജില്ലയിൽ ഉടനെടുത്തിട്ടുണ്ട്. അത് കൂടുതലും നമുക്ക് അവിടുത്തെ കൊണ്ടുവരുന്നതെല്ലാം അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന സാധനം. അത് നമ്മൾ ട്രെയിനകത്ത് വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ബസ്സിനകത്തോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ പിടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ആ ഒരു സാഹചര്യം ഇപ്പം ഈ ഡി ഹണ്ട് വളരെ ഫലപ്രദമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാരും പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ടെൻഡൻസി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പോലീസ് വളരെ വിജിലൻ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം പട്ടണക്കാട് പിടിച്ച ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി അന്വേഷിച്ചതാണ്. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് പോലീസ് അവരെ കൃത്യമായിട്ട് കണ്ടെത്തി കൃത്യമായ കൗൺസിലിംഗ് മറ്റു കാര്യങ്ങളും ഇപ്പോൾ കൊടുത്തു വരികയാണ്. അപ്പോൾ നിലവിലത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിനെ കൂടുതലായിട്ട് പോലീസ് അത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ശക്തമായ നടപടിയിലോട്ട് പോകാനാണ് പോലീസിൻ്റെ തീരുമാനം. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ നിലവിൽ ഈ കുട്ടികൾക്ക് ലഹരിയുടെ ഉപയോഗം ഇപ്പോൾ ദിനംപ്രതി ലഹരിയുടെ ഉപയോഗം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്കൂൾ പരിസരങ്ങളെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഇവർ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതായിട്ടുള്ള നമുക്ക് വിവരങ്ങൾ കിട്ടാറുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായത് കുട്ടികളെ ദുരുപയോഗം ചെയ്ത് കുട്ടികളെ തന്നെ ക്യാരിയേഴ്സാക്കി സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവന്മാർ നമ്മൾ പിടിച്ചിരിക്കുന്ന 2 പേര് വിൽപ്പന നടത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ ഉള്ള ആളുകൾക്കെതിരെ യാതൊരുവിധ ദാക്ഷിണ്യവും കൂടാതെ തന്നെ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതിന് ഒരു സംശയവും ഉണ്ടായിരിക്കില്ല. ഈ കുട്ടികളെ ക്യാരിയേഴ്സായിട്ട് ഉപയോഗിക്കുകയും മറ്റു കുട്ടികളെ കൂടി ഇതിലേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ അവന്മാർക്കെതിരെ കർശനമായ നിയമ നടപടി ഉണ്ടാകും. അതിനൊരു സംശയവുമില്ല. അത് കൂടാതെ തന്നെ കുട്ടികൾ ഈ രീതിയിൽ ക്യാരിയേഴ്സായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് കൗൺസിലിങ്ങും അവരുടെ മാതാപിതാക്കളോട് കൃത്യമായിട്ടൊരു അവയർനെസ് ക്ലാസ്സും കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സും മറ്റും കൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇതുപോലുള്ള മയക്കുമരുന്നിൻ്റെ കൈപ്പിടിയിലേക്ക് വീഴാതിരിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്യാനുള്ള നടപടികളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. ശരണ്യ സ്നേഹജനിലേക്ക് വീണ്ടും. ശരണ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മളൊക്കെ പല മാതാപിതാക്കളും നമ്മളൊക്കെ കരുതുന്നത് നമ്മുടെ മക്കൾ അങ്ങനെ വഴിതെറ്റി പോകില്ല, ലഹരി ഉപയോഗിക്കില്ല, മറ്റ് മോശപ്പെട്ട കൂട്ടുകെട്ടിലേക്ക് പോകില്ല എന്നൊരു തെറ്റായ ധാരണ അല്ലെങ്കിൽ മക്കളിൽ അത്രയധികം വിശ്വാസമുണ്ട് മാതാപിതാക്കൾക്കുണ്ട്. പക്ഷേ ആ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് പല വിദ്യാർത്ഥികളും, സ്വാഭാവികമായും കൗമാരപ്രായമാണ്, അവർ ലഹരിയിലേക്കും മറ്റ് പല കെണികളിലേക്കും അതിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഈ അമ്മയുടെ ഒരു ജാഗ്രത, മകൻ കൈവിട്ടു പോകുന്നു, മകൻ വീട്ടിൽ അക്രമാസക്തനാകുന്നു, അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് അമ്മ ഇത് പോലീസിന് വിവരം അറിയിക്കുന്നത്, ഈ സംഭവം പുറത്തു വന്നത്. എത്ര നാളായി ഈ വിദ്യാർത്ഥി 17കാരൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ലഹരി വിൽക്കുന്നുണ്ട്? ഇവൻ്റെ സ്വഭാവത്തിൽ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ അമ്മ കണ്ടു തുടങ്ങിയത്, തിരിച്ചറിഞ്ഞത്? ടോമ, ഹൈസ്കൂൾ വിദ്യാഭ്യാസം മുതൽ ലഹരി ഉപയോഗമുണ്ട് എന്നുള്ളതാണ് ആ കുട്ടി നമ്മളോട് പറഞ്ഞത്. ആദ്യം എറണാകുളം കേന്ദ്രീകരിച്ച സുഹൃത്തുക്കളുടെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു ഈ ലഹരി ഉപയോഗം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇതിൽ ഈ പ്രാദേശികമായി, അതായത് ഈ കുട്ടികളെ ഇതിനകത്തേക്ക് ക്യാച്ച് ചെയ്യുന്ന നമ്മുടെ മക്കൾ ഇതിനകത്തേക്ക് ഇത്തരത്തിൽ ലഹരി ഉപയോഗം ഉണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ച് നമ്മുടെ ചുറ്റുപാട് അങ്ങനെയല്ല എന്ന് കരുതുമ്പോഴും വളരെയധികം കണ്ണികൾ അവരെ ലക്ഷ്യം വെച്ച്, നമ്മളിപ്പോൾ കണ്ട കുട്ടിയുടെ ഒരു പശ്ചാത്തലമാണെങ്കിൽ പോലും അമ്മ രാവിലെ ജോലിക്ക് പോകുന്നു, മക്കൾ 2 പേരും പഠിച്ച് തിരിച്ചു വരുന്നു, അപ്പോൾ അച്ഛനില്ല. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെയൊക്കെ ഇവർ കഴുകൻ കണ്ണോടുകൂടി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. ആ കുട്ടികളുടെ ഒരു സാഹചര്യം അധികം നമുക്ക് പരിശോധിക്കാൻ കഴിയാത്തൊരവസ്ഥ, ഇതിനെല്ലാം കൂടി കൈകാര്യം ചെയ്തിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ നമ്മൾ കണ്ട കുട്ടി തന്നെ അഡിക്ഷനിലേക്ക് പോയ കുട്ടിയാണ് എന്നുള്ളതാണ്. അതിന് ആത്മാർത്ഥമായിട്ട് അവൻ അതിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ അമ്മയുടെ ധീരമായ നിലപാടിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. കാരണം ആ അമ്മ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതുകൊണ്ടാണ് നിരവധി കുട്ടികൾക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്, ക്യാരിയേഴ്സ് ആകുന്നു. ഒപ്പം തന്നെ ഇതിലെ പ്രധാന കണ്ണികൾ ആരൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിന് കഴിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോഴും അമ്മ നമ്മളോട് പറയുന്നു,
കുട്ടിയെയും അമ്മയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അകത്ത് പോയ 2 പേരുടെ അനുയായികളായ ആളുകൾ വിളിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, മകൻ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യത. പക്ഷേ നമ്മൾക്ക് ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് പോലീസ് സേനയിലെ തന്നെ ഉദ്യോഗസ്ഥരെ കൂടി സഹായത്തോടു കൂടിയാണ്. ഡാൻസഫിലെ ടീം അംഗങ്ങളൊക്കെ ഇത് വളരെ ആത്മാർത്ഥമായി ഈ വിഷയം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. കാരണം രക്ഷകർത്താക്കളുടെയും പോലീസിന് ഓൾറെഡി ഇത് അറിയാം, പക്ഷേ നമ്മൾ രക്ഷകർത്താക്കൾ ശ്രദ്ധയിലേക്ക്, കാരണം ഇത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് പോലീസിന്റെ കൂടെ പിന്തുണയോടെയാണ് നമ്മൾ ആ വീടുകളിലേക്കൊക്കെ എത്തുന്നത്. കാരണം ഈ പറഞ്ഞ രീതിയിൽ പലതും ഒറ്റപ്പെട്ട വീടുകളും ഒക്കെയാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഇവരുടെ ഒരു വിങ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടിയുടെ അമ്മ നമ്മളോട് പറയുന്നത്, കുട്ടി തന്നെ നമ്മളോട് വ്യക്തമാക്കിയത്, ആദ്യം കണ്ടു, വഴിയിൽ വെച്ച് സൗഹൃദം നടിച്ചു, അതിനുശേഷം ഫോൺ നമ്പർ മേടിച്ചു, ഫോണിലേക്ക് വിളിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, ഒരു ദിവസം കൂട്ടിക്കൊണ്ട് പോയി, പിന്നീട് ഇത് നൽകി എന്നുള്ളതാണ്. അതിങ്ങനെ തുടർച്ചയായി നൽകിക്കൊണ്ടിരുന്നു. കുട്ടിക്ക് ഒരു അഡിക്ഷൻ എന്നുള്ള ഫീലിലേക്ക് അത് വന്നു തുടങ്ങിയപ്പോൾ, ഇനി നിനക്കിത് തരണമെങ്കിൽ നീ അത് വിറ്റിട്ട് നിനക്കിത് സാധനം തരൂ എന്നുള്ളൊരു നിലപാടിലേക്ക് ഇത് കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ ട്രാക്ക് ചെയ്ത് ഈ കുട്ടിയെ കൂടി വേറെ കുട്ടികളിലേക്ക് ഉപയോഗിക്കുന്ന കുട്ടികൾ നിരന്തരമായി ഉപയോഗിക്കുകയും, നമുക്കറിയാം 500 രൂപ ഒരു സ്കൂൾ കുട്ടിക്ക് എത്ര പ്രാവശ്യം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ആദ്യഘട്ടത്തിലൊക്കെ എങ്ങനെയും പൈസ കണ്ടുപിടിച്ച് ഈ 500 രൂപ കൊടുത്ത് ഈ സാധനം വാങ്ങുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ 100-ലധികം വിദ്യാർത്ഥികൾ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നൊക്കെ എത്തുമെന്നുള്ളതാണ് ആ കുട്ടി നമ്മളോട് സ്ഥിരീകരിക്കുന്നത്. അമ്മ തന്നെ പറയുന്നുണ്ട്, കുട്ടികൾ വന്ന് വീടിന്റെ വാതിക്കൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകും എന്നുള്ളതാണ്. വരുമ്പോൾ ഫോൺ ചെയ്യും, സാധനം കൊണ്ടുവച്ചിട്ട് ഇവർ വെച്ച സ്ഥലത്ത് വെച്ചിട്ട് ഇവർ പോകത്തുള്ളൂ. അതായത് ഇവർ ഡയറക്റ്റ് പിടിക്കപ്പെടുന്ന ഒരു സ്ഥലത്തും അവർ ഈ ലഹരി മാഫിയ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അവർ കൊണ്ടുവച്ചിട്ടോ എടുക്കുന്നത് ഈ കുട്ടിയാണ്, വിൽക്കുന്നത് ഈ കുട്ടിയാണ്, അതിന്റെ റിസ്ക് മുഴുവൻ അവനാണ് എന്നുള്ളതാണ്. പകരം കൊടുക്കുന്നത് 500 രൂപയുടെ വലിക്കാനുള്ള കഞ്ചാവാണ് കൊടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രതിഫലങ്ങളോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ വൻ ലാഭം ഇവർക്ക് ഇതിനകത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ റിസ്ക് ഇല്ല, കുട്ടികളെ പരിശോധിക്കത്തില്ല. കുട്ടികളാവുമ്പോൾ ഇത് സേഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കപ്പെടാതെ, ആരും ശ്രദ്ധിക്കപ്പെടാതെ ഈ സാധനം മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ലാർജ് ക്വാണ്ടിറ്റി കൊണ്ടുവരുമ്പോൾ മുതിർന്ന ആളുകൾക്ക് വിൽക്കുമ്പോൾ ഉള്ള റിസ്ക് ഇവർക്ക് ഇല്ല. അവരുടെ റിസ്ക് ഫാക്ടർ കുറഞ്ഞു നിൽക്കുകയാണ്. അത് കൊടുത്ത് ആദ്യം ഒരു കുട്ടി ട്രാപ്പ് ചെയ്യുന്നു, അതിൽ നിന്ന് അടുത്ത ചെയിനിലേക്ക് പോകുന്നു, കുറേ കുട്ടികളെ ഇങ്ങനെ ക്യാരിയേഴ്സ് ആക്കുന്നു. ആ ക്യാരിയേഴ്സ് ആയിട്ട് പിന്നീട് കൂടുതൽ സ്കൂൾ കുട്ടികളിലേക്ക് പോകുന്നു. പൈസ ഉള്ള കുട്ടികൾ ഇത് തുടർച്ചയായിട്ട് വാങ്ങുന്നു. മറ്റു കുട്ടികൾ ഇത് പൈസ ഇല്ലാതെ വരുമ്പോൾ, ഇത് കിട്ടാതെ വരുന്ന സാഹചര്യം ആകുമ്പോൾ പിന്നെ അവർ പോകുന്നതെന്ന് പറയുന്നത് ഇതിന്റെ ക്യാരിയേഴ്സ് ആയിട്ട്, ഇതിന്റെ ജോലിക്കാരായി ഇവർ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡീഹണ്ട് വന്നതിന് ശേഷം ഇപ്പം നമുക്കറിയാം, കഞ്ചാവോ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ പിടിച്ചാൽ അതിന്റെ ക്വാണ്ടിറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കഞ്ചാവൊക്കെ ആണെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു വലിയ നിയമ നടപടികൾ, റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകത്തുള്ളൂ. പക്ഷേ ഈ കേസുകളിലെല്ലാം തന്നെ കുട്ടികളാവുമ്പോൾ, കുട്ടികളെ പിടിക്കപ്പെട്ട അവർ പിടിച്ചു, ആര് തന്നോ എന്നുള്ള വിശദാംശങ്ങളിലേക്ക് അപ്പുറത്തേക്ക് കുട്ടികളെ ഉപദേശിച്ചു വിടുവാണ്. അതായത് ഇവർക്ക് ജുവനൈൽ കുട്ടികൾ, അവർ ചെറിയ കുട്ടികളാണ്, അവരെ അതുകൊണ്ട് തന്നെ അവർക്ക് പോലീസിന്റെ നേതൃത്വത്തിൽ 1-2 കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് രക്ഷകർത്താക്കളെ വിവരം അറിയിച്ചൊക്കെ ഇത് വിടുവാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇനി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്, കുട്ടികൾക്ക് ഇത് കൊടുത്തു എന്നുള്ളൊരു ധാരണ വന്നാൽ, ഒരു ഇൻഫർമേഷൻ ആരാണ് കൊടുത്തതെന്ന് കിട്ടിയാൽ ഉറപ്പായും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഇവരിലേക്ക് എടുക്കും. JJ ആക്ട് ഉൾപ്പെടെ ഇട്ട് ഇവരെ അകത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇത് കൊണ്ടുവരുന്നത് ഒരു വലിയ റാക്കറ്റാണ്. ആ റാക്കറ്റ് ജില്ലയിലെ വടക്കൻ മേഖലയിലെ സ്കൂളുകളിൽ മാത്രമല്ല, കേരളം ഒട്ടുക്കെ വ്യാപിച്ചു കിടക്കുന്നതാണ്. അതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രോപ്പർ കൗൺസിലിംഗ് കുട്ടികൾക്ക് കൊടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. തുടർച്ചയായുള്ള കൗൺസിലിങ്ങും ഈ കുട്ടികളുടെ ക്യാരക്ടറിൽ വരുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനവും സ്കൂളുകൾ ഉൾപ്പെടെ ഇല്ലെങ്കിൽ ഇത് വലിയൊരു ദുരന്തത്തിലേക്കാവും പോവുക കേട്ടോ. യെസ്, അതാണ് ശരണ്യ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ഭീകരമായ ഒരു അവസ്ഥയാണെന്ന് നമ്മുടെ നാട്ടിലെ പല സ്കൂളുകളിലുമുള്ളത്, പല കുടുംബങ്ങളിലുമുള്ളത്. ഇവിടെ ഈ അമ്മയുടെ, ആലപ്പുഴ സ്വദേശിയായ ഈ 17-കാരൻ്റെ അമ്മയുടെ ധീരമായ ഇടപെടലാണ് ഈ ലഹരി മാഫിയയെ പുറത്തു കൊണ്ടുവരാൻ കാരണമായതെങ്കിൽ, പക്ഷേ അതിൽ ഇനി എങ്ങനെയാണ് പോലീസ് ഇടപെടേണ്ടത് അതേക്കുറിച്ച്, കാരണം പോലീസും നമ്മുടെ ഭരണകൂടവുമാണ് ഈ വിദ്യാർത്ഥികളെ ലഹരിയുടെ കെണിയിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി ഇടപെടേണ്ടത്. കാരണം ഇത് ആലപ്പുഴയിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ സമാനമായ രീതിയിൽ വീട്ടിലെ അക്രമാസക്തനായ, അതായത് ലഹരി ഉപയോഗിച്ച് അക്രമാസക്തനായ മകനെ പോലീസിനെ വിളിച്ച് മകൻ്റെ ഈ ലഹരി ഇടപാടിനെ കുറിച്ച് പോലീസിനെ അറിയിച്ച മകനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന മറ്റൊരു അമ്മയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മളന്ന് പുറത്തുവിട്ടതാണ്. ഇതുപോലെ ഈ മക്കൾ ലഹരിക്ക് അടിമകളാകുമ്പോൾ അതിൻ്റെ ഇരകളാകുന്നത് പലപ്പോഴും മാതാപിതാക്കളാണ്, കുടുംബാംഗങ്ങളാണ്. ലഹരിക്ക് അടിമകളായ കുട്ടികളുടെ
കൊലക്കത്തിക്ക് ഇരകളാകേണ്ടി വരുന്ന മാതാപിതാക്കളെക്കുറിച്ചുള്ള വാർത്തകളും പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. തിരുവനന്തപുരം അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇപ്പോഴും വ്യാപകമായി ലഹരി പദാർത്ഥങ്ങൾ സുലഭമായി ലഭിക്കുന്നുണ്ടെന്നാണ് വിവരം.